ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരുന്നതാണ്. ഇനി നമുക്കൊരു ചട്ടി അടപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ തിളച്ച് വന്നപ്പോൾ കുറേശ്ശെ മീൻ കഷ്ണങ്ങളിട്ട് വറുത്ത് കോരിയെടുത്താണ്. അപ്പോൾ നമുക്കിനി കുറേശ്ശെ മീനുകളെല്ലാം വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. മീൻ കഷ്ണങ്ങൾ വറുത്തെടുത്ത് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ മൂത്ത് വന്നപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ലേശം കൂടുതൽ ഇട്ടോളൂ. മീനിലേക്കുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണേ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അത്രയും മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മൾക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. മീൻ വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടിയപ്പോൾ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് കായപ്പൊടിയാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാവും. ഇങ്ങനെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിനി അച്ചാർ ഇടുമ്പോൾ മീൻ അച്ചാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.